നമ്മളിന്ന് ഈ മനുഷ്യരെ അസസ് ചെയ്യുമ്പോൾ, മനുഷ്യരെ വിലയിരുത്തുമ്പോൾ, അവർ ധരിക്കുന്ന വസ്ത്രം, അവർ വന്നിറങ്ങുന്ന കാറ്, അവരുടെ കയ്യിൽ കിടക്കുന്ന സംഗതികൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അതൊരു സത്യത്തിലൊരു വേറൊരു കണ്ടൻറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണാലോചന വരുമ്പോൾ നമ്മുടെ ബന്ധം പറയാനായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കുന്നത് ഇത്തിരി മാർക്കറ്റുള്ള ആളുകളുടെ പേരാണ്. ഒന്നെങ്കിൽ ഒരു കോടീശ്വരൻ, അല്ലെങ്കിൽ വലിയ പ്രധാനിയായ ഒരാൾ. ഞാൻ ഇന്നടുത്ത ഇന്നാരുടെ മറ്റേ ഔവക്രക്കാടെ ഉമ്മായി കെട്ടിയോൻ്റെ അനിയത്തിയോൻ്റെ അവരുടെ ഉപ്പാൻ്റെ കൊച്ചാപ്പാടെ മോൻ ഞങ്ങളുടെ അപ്പച്ചിയുടെ മോളെ കെട്ടിയിരിക്കുക എന്നൊക്കെ പറയും. ആ ബന്ധമൊക്കെ നമ്മൾ കുരുക്കിയെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. പക്ഷേ എപ്പോഴും നമ്മളങ്ങനെ അസസ് ചെയ്താലുണ്ടല്ലോ, നമുക്ക് പാടെ തെറ്റും. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരും വ്യത്യസ്തമായ വസ്ത്രം ധരിക്കുമ്പോഴും, വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും, വ്യത്യസ്തമായ സർക്കാരിലാണെങ്കിൽ വ്യത്യസ്തമായ തസ്തികകളിൽ ജോലി ചെയ്യുമ്പോഴും, പലതിൻ്റെയും പ്രായോഗിക അറിവും പലതിൻ്റെയും വളരെ ഷാർപ്പായ ഇൻഫർമേഷനും എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒരിക്കലും തിരിച്ചറിയപ്പെടാനാവാത്ത വിധം അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചില മനുഷ്യരിൽ കാണാറുണ്ട്. നിങ്ങൾക്ക് അത്തരം ചില ആളുകളെയൊക്കെ അറിയായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചായക്കടയിൽ പോകുമ്പോൾ ഈ ആഗോള രാഷ്ട്രീയം വളരെ ഭംഗിയായി വിശകലനം ചെയ്യുന്നവർ, ചില വിഷയങ്ങളെക്കുറിച്ച് വളരെ ഖണ്ഡിതമായ അഭിപ്രായം പറയുന്നവർ. ഒരു കാലത്ത് ഈ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും മനുഷ്യനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ വിദ്യാഭ്യാസം നേടും തോറും അവനിലെ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു നിർഭയമായ ഡെലിവറബിൾ ഉണ്ടല്ലോ, അത് കുറയുകയാണ് ചെയ്യുന്നത്. അവൻ കുറച്ചുകൂടെ സ്വാർത്ഥനായി പോകുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ ലോകം, അവൻ്റെ ഒരു സംഗതി മാത്രം, അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ, അത് ചെയ്താൽ കേസ് വരുമോ, ഇത് ചെയ്താൽ കേസ് വരുമോ, ചുരുക്കത്തിൽ യാതൊരു ഗുണവുമില്ലാത്തൊരു ജീവിതമായി അങ്ങ് അവസാനിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ ഒരുപാട് പ്രായോഗിക ജ്ഞാനമുള്ള മനുഷ്യർ അവർ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഈ മലബാറിലൊക്കെ ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഒരു ഭ്രാന്തമായ പ്രണയമുണ്ടല്ലോ, ആ പ്രണയത്തിൽ നമ്മൾ ആളുകളെ ഒന്നും ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയില്ല. ഇത്രമേൽ ഫുട്ബോൾ ഈ മനുഷ്യനിലുണ്ടായിരുന്നോ, ഇത്രമേൽ രാഷ്ട്രീയം ഈ മനുഷ്യനിലുണ്ടോ, ഇത്രമേൽ സാഹിത്യം ഈ മനുഷ്യനിലുണ്ടോ. അങ്ങനെയുള്ളവരുണ്ട്. സാഹിത്യകൃതികളെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നവർ. അവരെയൊക്കെ സുഹൃത്തായി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഞാൻ അത്തരക്കാരെയൊക്കെ പ്രതീക്ഷിക്കാറുണ്ട്. വളരെ കുറച്ച് പേരൊക്കെയാണ്. ഞാൻ പണ്ട് ക്ലാപ്പന പ്ലേറ്റോ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്ന ഒരു ഒരു സുഹൃത്തായ ആശാരി, അദ്ദേഹത്തിനെയൊക്കെയാണ് ഞാൻ പല കാര്യങ്ങളിലും ചിലപ്പോൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ കുറേ കാലമായി. അപ്പോൾ അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട്. അതുപോലത്തെ ഒരാളിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിൽ കാണാനിടയായി. ദേ ഒന്ന് കേട്ടു നോക്കും. ഇന്നത്തെ കളി നമ്മൾ വിചാരിച്ച അർജന്റീന വിചാരിച്ചൊരു പാളിച്ച പിന്നെ ഡിഫൻസിന് സംഭവിച്ചു. 17-ാം മിനിറ്റിലും 60-ാം മിനിറ്റിലും 76-ാമത്തെ മിനിറ്റിലും പക്ഷെ എന്റെ അഭിപ്രായത്തില് ഫോർവേഡ് ലൈനപ്പ് കുറച്ച് പാളിയ സംശയമുണ്ട്. ജൂലിയൻ ആൽവാരസിനെ ആണ് വരണം. അപ്പൊ മെസ്സിന്റെ കൂടെ പിന്നെ അവസാനം നിക്കോബാസ് വന്നു. അപ്പൊ ഡിഫൻസ് കുറച്ച് പാളിന് പലപ്പോഴും. അപ്പൊ ഡിഫൻസിന് ഭദ്രാക്കേണ്ടിയും ഫോർവേഡ് ജൂനിയർ ആൽവാരസിനെ ഫസ്റ്റ് കിട്ടിയതല്ലേ. എന്നാൽ വിചാരിച്ചവളൊക്കെ ആയിന്. അടുത്ത കളി നമുക്ക് നോക്കാം. ഇന്നത്തെ കളി എന്താ സ്ഥിതി? ഇന്ന് പോർച്ചുഗലും ആഫ്രിക്കയിൽ നിന്ന് പിന്നെ കോങ്കോയാണ്. കോങ്കോ സെബാസ്റ്റ്യൻ ഡസാംബർ എന്ന് പറഞ്ഞ കോച്ചാണ്. മാത്യു എംബോളയുണ്ട്, അക്സൽ ഡുൻസാവയുണ്ട്, സ്റ്റീവ് കബാഡിയുണ്ട്, റോക്കി ബുസാരിയുണ്ട്, ജോറിസ് കയംബയുണ്ട്, വറോൺ ബെമ്പി ഷാക്കയുണ്ട്, സിൻഗയുള്ള ഉണ്ട്. അങ്ങനെയുള്ള ശക്തമായ കളിക്കാരുള്ള ഒരു രാജ്യമാണ് കോങ്കോ. ആഫ്രിക്കൻ ടീം കോങ്കോ. പിന്നെ മറ്റേ യൂറോപ്പ് ടീമാണ് പോർച്ചുഗൽ. ആഫ്രിക്കൻ യൂറോപ്പിലും. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇതുവരെ ലോക കിരീടം നടങ്ങിയില്ല. കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്ര യൂറോ കപ്പ് നേടി. റോബർട്ടോ മാർട്ടിനസ് എന്ന് പറഞ്ഞ കോച്ചാണ്. കോച്ച് കോസ്റ്റയുണ്ട്, പോലെ അവിടെ ജാവോ കൽസാലയുണ്ട്, ഡയലോട്ട് ഉണ്ട്, നെസൻ സവാഡയുണ്ട്, റൂബൻ ഡയസ് ഉണ്ട്, കൻസാലോ ഇനാസിയുണ്ട്, വിരാട്ടോ ബീഗയുണ്ട്, അന്റോണിയോ സിൽവയുണ്ട്, ബെർണാർഡോ സിൽവയുണ്ട്, നെലസുണ്ട്, പെട്ടോ നെറ്റോയുണ്ട്, അവിടെ റൂബൻ ഡിയാസ്, നൂര മെല്ലസും, ഡാനിൽ പെരേരയുണ്ട്, റാഫേലുണ്ട്, വിറ്റീഗൻ. യൂറോപ്പ് ശക്തമായ ടീമാണ്. സെബാസ്റ്റ്യൻ
പിന്നെ അവിടെ ഈ കോങ്കോ എന്ന് പറഞ്ഞ ടീം ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ടീമാണ്. അപ്പം പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെ അവസാന ലോകകപ്പാണ്. അപ്പൊ ഈ പ്രാവശ്യം ലോക കിരീടം നേടാൻ സാധ്യത കൽപ്പിക്കുന്ന ടീമും കൂടിയാണ് പോർച്ചുഗൽ. പക്ഷെ ഈ ആഫ്രിക്കൻ ടീമിലൊക്കെ ഭയങ്കര പ്രതിരോധം, പല ടീമും കളിക്കും. അതെ അതെ, മുട്ടി നിൽക്കും. അപ്പൊ കോങ്കോ എന്ന് പറഞ്ഞ രാജ്യം എഴുതി തള്ളുന്നു സമനിലേക്ക് പ്രവർത്തിക്കും. യൂറോപ്പ് വലിയ ടീമാണല്ലോ പോർച്ചുഗൽ. അപ്പൊ ഓല് സമനിലേക്ക് അപ്പൊ ഓല് നോക്കും. സെബാസ്റ്റ്യൻ ഡിസംബറിന് നേതൃത്വത്തിലുള്ള ടീമാണ് ഓല് നല്ല പിടുത്തം നോക്കും. എന്നാലും എന്റെ അഭിപ്രായത്തിൽ പോർച്ചുഗൽ നല്ല കളിക്കാരൊക്കെ ഉണ്ടാണ്. അപ്പം അതുകൊണ്ട് ആഫ്രിക്കൻ ടീം പിന്നെ ആദ്യമായിട്ട് വരിക കോങ്കോ എന്ന് പറഞ്ഞ രാജ്യം. അത് എന്റെ അഭിപ്രായത്തിൽ സമനിലേക്ക് ശ്രമിക്കും. എന്നാലും മുൻതൂക്കം ഞാൻ പോർച്ചുഗൽ അടിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഒരാൾ അദ്ദേഹത്തെ കണ്ടാൽ ഇത്രമേൽ ഇതിനോട് ഹൃദയം കൊടുത്ത ഒരാളാണെന്ന് പറയുമോ? നമ്മൾ ഏതൊന്നിലാണോ ഹൃദയം കൊടുക്കുന്നത്, നമ്മുടെ രൂപവും ഭാവവും സ്ഥാനവും എന്തായിരുന്നാലും അതിന് ഒരു സ്വാഭാവികമായ പ്രതിപ്രവർത്തനം നമ്മളിലുണ്ടാവും. ആ പ്രതിപ്രവർത്തനം ചില പ്രായോഗിക ജ്ഞാനങ്ങളായി ഇതുപോലെ പേരുകൾ പറയുന്നതിൽ, ചില ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിൽ, ചില പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിലൊക്കെ വലിയ കരുത്താവും. സിമ്പിളാണ്. വലിയ ഒരുപാട് ഡിഗ്രിയുള്ള എഞ്ചിനീയറേക്കാൾ ചിലപ്പോൾ ഒരു ചെറിയ മേസ്തിരിക്ക് ഒരു വലിയ സങ്കീർണമായ പ്രശ്നം നിമിഷങ്ങളുടെ പ്രായോഗിക ബുദ്ധിയും അനുഭവജ്ഞാനവും ഹൃദയം നൽകുന്ന ഭാവവും കൊണ്ട് പരിഹരിക്കാനാവും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണിത്.